നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി വിധി വന്നിരിക്കുന്നു. വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണോ ഉണ്ടായിരിക്കുന്നത്? ഹരിത, ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയല്ല നിലവിൽ വന്നിരിക്കുന്നത്. 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വിധി വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അനുകൂലമായി 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഏത് ജയിലിലേക്കാണ് മാറ്റുക എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ വിധി വന്നതിന് പിന്നാലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ കഴിയുന്നു. നിലവിൽ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ടെങ്കിലും നേരെ ഹോസ്പിറ്റലിലേക്ക്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമോ അതോ ഇനി പരിശോധനയ്ക്കായി എവിടേക്കെങ്കിലും മാറ്റുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് നിലവിൽ വ്യക്തത വന്നിട്ടില്ല. നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. നടി ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയെ തുടർന്നാണ് കേസിലാണ് അല്ലെങ്കിൽ ആ കേസിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഹരിത, വിജിത, ഏറെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു ബോബി ചെമ്മണ്ണൂർ ജാമ്യം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു, അല്ലേ? ബോബി ചെമ്മണ്ണൂർ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു ജാമ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. 3 വർഷം തടവ് വരെ കിട്ടാവുന്ന ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ വളരെ കൂടുതലായിരുന്നു. അത് മാത്രവുമല്ല, ഏകദേശം 30 മണിക്കൂറിനധികം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഈ പറഞ്ഞതുപോലെ അറസ്റ്റിലും ഒക്കെയായി നിന്നിട്ടുള്ള ഒരാൾക്ക് ഇതിൽ കൂടുതൽ ശിക്ഷ ഇനി വേണ്ടതില്ല, അല്ലെങ്കിൽ തന്റെ ഫോണടക്കം കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഒരു കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ വിധി വാദിച്ച വക്കീൽ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ജാമ്യം അനുവദിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് പ്രതിവാദം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയെല്ലാം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു 14 ദിവസത്തേക്ക് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വിധി വന്ന ഉടനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഇനി ഇപ്പോൾ എവിടെയാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ചെമ്മണ്ണൂരുള്ളത് ഇവിടെ കോടതിയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഇനി ആശുപത്രിയിലേക്ക് മാറ്റുമോ അതോ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ ഒന്നും തന്നെ നമുക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വിധി വന്നതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, രക്തസമ്മർദ്ദം മൂലമാണ് തനിക്ക് ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. എന്നാൽ ഇനി എന്താണ്, ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് അറിയാനായിട്ട് കഴിയും. ഹരിത, വിജിതായ സമയം തന്നെ ഈ പ്രതിഭാഗവും വാദിഭാഗവും വാദിച്ച പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? വളരെ ശക്തമായിട്ടുള്ള ഒരു വാദപ്രതിവാദമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വളരെയധികം വാദിഭാഗവും പ്രതിഭാഗവും വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ എല്ലാ വാദങ്ങളെല്ലാം നിരത്തി വാദിച്ച ഒരു വിധി പ്രസ്താവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പരിപാടിയുടെ അല്ലെങ്കിൽ കാരണമായിട്ടുള്ള ഈ ഒരു കേസിന് കാരണമായിട്ടുള്ള ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ വളരെ ശക്തമായി തന്നെ അതിന്റെ ആവശ്യമല്ല, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല എന്ന് തുടങ്ങിയ വാദങ്ങളിലൂടെയാണ് അതിനെ പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് അത്രയും പ്രസക്തി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഈ രേഖകൾക്ക് അത്രയും പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെ അത് കോടതി കാണണം, അല്ലെങ്കിൽ കോടതിയിൽ അല്ലെങ്കിൽ അതിലെ എന്താണ് ഇതിൽ അധിക്ഷേപകരമായിട്ടുള്ളത് എന്ന് കോടതി മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ആ ഒരു രേഖ അവിടെ കാണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അപ്പോഴും പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ വളരെ നമ്മൾ പ്രധാനമായി പറഞ്ഞ കാര്യമാണ് അധിക്ഷേപകരമായി സംസാരിച്ചു അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചു, കയ്യിൽ സ്പർശിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഹണി റോസ് പരാതിയിൽ പറയുകയുണ്ടായിരുന്നു. എന്നാൽ അത് അത്തരത്തിലല്ല. സാധാരണയായി വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അതൊരിക്കലും അധിക്ഷേപകരമായിട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈംഗിക ചുവയോടെയുള്ള സംസാരം ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ പ്രതിഭാഗവും ഇതിൽ വ്യക്തമായി
വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കേസ് അറസ്റ്റിന്റെ തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല, എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തത് തുടങ്ങിയ വാദങ്ങളും ഈ സമയത്ത് പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ഒരു അറസ്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഹണി റോസിന് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ പറയാനായിട്ട് കഴിയും. ഇത്തിരി സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും ഹരിത.